പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ മർദ്ദനത്തിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങി ലോ കോളേജ് വിദ്യാർത്ഥിനി. തന്റെ മൊഴിപ്രകാരമുള്ള വകുപ്പുകളല്ല പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം. പത്തനംതിട്ട കടമ്മനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനിയാണ് പരാതിക്കാരി. തന്നെ ലോ കോളേജിലെ വിദ്യാർത്ഥിയും ഡിവൈഎഫ്ഐ പെരുന്നാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ ജെയ്സൺ ജോസഫ് മർദ്ദിച്ചുവെന്ന് കാണിച്ച് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ വിദ്യാർത്ഥിനി പരാതി നൽകിയിരുന്നു. തന്റെ മൊഴിപ്രകാരം പോലീസ് പ്രതിക്കെതിരെ വകുപ്പുകൾ ചുമത്തിയില്ല എന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതി. ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് വിദ്യാർത്ഥിനി വ്യക്തമാക്കി. ജെയ്സനെതിരെയായിട്ട് ഹൈക്കോടതിയുടെ ഇൻക്രിം ഓർഡർ ഉള്ളതാണ്. ഇനി ഒരു കാരണവശാൽ എന്തെങ്കിലും കോളേജിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുകയാണെങ്കിൽ കോളേജിൽ നിന്ന് ജെയ്സൺ പുറത്തു പോകുമെന്നും ഈ ഇൻക്രിം ഓർഡറിൽ പല കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതൊന്നും പാലിക്കാതെയാണ് ജെയ്സൺ ഈ കോളേജിൽ ഇത്രയും അടിയും പ്രശ്നങ്ങളും എന്നെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിന് പ്രകാരം കോടതി അലക്ഷ്യത്തിനെതിരെ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും. ആറന്മുള പോലീസിന്റെ അന്വേഷണത്തിൽ തനിക്ക് തൃപ്തിയില്ല. വിഷയം ഒത്തുതീർപ്പാക്കാനാണ് പോലീസ് ശ്രമിച്ചത്. താൻ ഇതിന് തയ്യാറല്ല. താൻ ക്യാമ്പസിൽ മറ്റൊരു വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചതായി കാണിച്ച് ആറന്മുള പോലീസ് തനിക്കെതിരെ കള്ളക്കേസ് ചമച്ചതായും വിദ്യാർത്ഥിനി ആരോപിച്ചു. റിപ്പോർട്ടർ, പത്തനംതിട്ട.